ഇന്ന് നിശ്ചയിച്ചിരുന്ന പണിമുടക്ക് പിൻവലിച്ച മിൽമ അടുത്ത മാസം 15-നകം പരിഷ്കരണം നടപ്പാക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത്. അഡീഷണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്ന് യൂണിയനുകൾ അറിയിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് നടത്താനായിരുന്നു സംയുക്ത യൂണിയനുകളുടെ തീരുമാനം. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായതിന് അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ശ്രുതി, അങ്ങനെ തന്നെയാണ്. കാരണം 2023 പുതിയ ശമ്പള പരിഷ്കാര കരാറിൽ ഒപ്പുവെച്ചിരുന്നെങ്കിൽ പോലും അത് നടപ്പാക്കാത്തതിന് പിന്നാലെയായിരുന്നു ഇന്ന് അർദ്ധരാത്രി മുതൽ മിൽമ ഔട്ട്ലെറ്റുകളൊക്കെ തന്നെയും പണിമുടക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ കടക്കാൻ തീരുമാനിച്ചത്. പിന്നാലെയാണ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തത്. അല്പസമയം മുമ്പ് നേരത്തെ അഡീഷണൽ ലേബർ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഈ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് ഏതായാലും തീരുമാനമായിരിക്കുന്നത്. അടുത്ത മാസം 15-നകം തന്നെ ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്നൊരു ഉറപ്പാണ് നിലവിൽ മിനിറ്റ്സ് അടക്കം തയ്യാറാക്കിക്കൊണ്ട് ലേബർ കമ്മീഷനിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഏതായാലും സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ളൊരു തീരുമാനം. പൂർണ്ണമായും സമരം പിൻവലിക്കുന്നു എന്നതല്ല, പകരം ഇന്ന് നടത്താനിരുന്ന സമരം പിൻവലിച്ചുകൊണ്ട് 15-ാം തീയതി നൽകിയിരിക്കുന്ന ഉറപ്പ് 15-ാം തീയതി പരിഷ്കരണം ഉറപ്പാക്കുമെന്നതാണ്. അന്ന് ഈ ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ അന്ന് രാത്രി തന്നെ ഒരു നോട്ടീസ് പോലും നൽകാതെ വീണ്ടും ഇത്തരത്തിൽ പണി മുടക്കിക്കൊണ്ടുള്ളൊരു സമരത്തിലേക്ക് കടക്കുമെന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയനുകളാണ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം. ഏതായാലും നിലവിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ നിശ്ചയിച്ചിരുന്ന മിൽമ ഔട്ട്ലെറ്റുകളിലെ പണി മുടക്കിക്കൊണ്ടുള്ളൊരു സമരം പിൻവലിച്ചിട്ടുണ്ട്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. അടുത്ത മാസം 15-നകം പരിഷ്കരണം നടപ്പാക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്. സുനിഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.